ഈസാ നബി യുവാവായി അല്ലാഹു ബനി ഇസ്രായേലിലേക്ക് നബിയായി അയച്ചു, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു, തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈസാ നബി. നോക്കൂ, ഈസാ നബിയോട് ജൂതന്മാർക്ക് അടങ്ങാത്ത പകയുണ്ടായി, വിരോധമുണ്ടായി. അന്നത്തെ രാജാവ് ഈസാ നബിയെ കൊല്ലാൻ ആഹ്വാനം നടത്തുന്നു. ആ സമയത്ത് അല്ലാഹു ഈസാ നബിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ജിബ്രീലിനെ കൊണ്ട് എപ്പോഴും ജിബ്രീൽ ഗബ്രയേൽ മാലാഖ ഈസാ നബിയുടെ കൂട്ടത്തിൽ ഫോളോ ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈസാ നബിയുടെ 12 ശിഷ്യന്മാരാണ് അപ്പോസ്തലന്മാർ, ഹവാരിയുകൾ. ഒരു ദിവസം അതാ ഫലസ്തീനിലെ ജെറൂസലമിൽ ഒരു വീട്ടിൽ 12 ശിഷ്യന്മാരും ഈസാ നബിയും ഒരുമിച്ച് കൂടുകയാണ്. ആ വീട് ഇന്ന് നമുക്ക് കാണാം. അവിടെ പുറത്തെഴുതി വെച്ചിരിക്കുന്നു ലാസ്റ്റ് സപ്പർ, അന്ത്യ അത്താഴം യേശു നടത്തിയ വീടെന്ന്. അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഫലസ്തീനിൽ ചെന്നാൽ കാണാം, മറിയമിന്റെ ഖബർ കാണാം. ഈസാ നബി നടന്നു വന്ന ഫലസ്തീനും പ്രബോധനം ചെയ്ത ജെറൂസലമും ഒക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈസാ നബിയുടെ പ്രസംഗം കേട്ട, ഈസാ നബിയുടെ ദാവത്ത് കേട്ട 20 വലിയ മുത്തശ്ശി ഒലിവ് മരങ്ങൾ അവിടെയുണ്ട്. 2000 കൊല്ലം പഴക്കമുള്ള വലിയ ഒലിവ് മരം 20 അവിടെയുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ ഒന്നാമത്തെ ഖിബല. ഈസാ നബിയുടെ മാതാവ് മറിയമിനെ ഹന്ന നേർച്ചയാക്കി ഏൽപ്പിച്ച പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്നത് 40 ഏക്കർ തോട്ടത്തിലാ. ഒലിവ് മരങ്ങളാൽ ചുറ്റപ്പെട്ട തോട്ടമാണ് ബൈത്തുൽ മുഖദ്ദസ്. കഴിഞ്ഞ വർഷം വിനീതനും ഞാനും 10-35 പേരും കൂടി ഫലസ്തീനിൽ ചെന്നു. അല്ലാഹുവിന്റെ ആദ്യത്തെ ആ ഭവനം, ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾ കാണുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ഖിബലയാണത്. മനുഷ്യരാശിക്ക് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു ആദ്യം സ്ഥാപിച്ചത് കഅബയാ, രണ്ടാമത് മസ്ജിദുൽ അഖ്സയാ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കും കാണാം, അല്ലാഹു പോകാൻ ഭാഗ്യം നൽകട്ടെ. അങ്ങനെ 12 ശിഷ്യന്മാരോട് ഈസാ നബി ഇരിക്കുമ്പോ മഹാനായ ഈസാ നബിയെ കൊല്ലാൻ ജൂതന്മാരൊരുങ്ങുന്നു. രാജാവ് അതിനുള്ള ആളുകളെയും ഏർപ്പാട് ചെയ്യുന്നു. നോക്കൂ, ഈസാ നബി ആ 12 പേരോട് പറയുകയാണ്, ഇന്ന മിൻകും, നിങ്ങളിൽ ഒരാൾ യക്ഫുറു ബി, എന്നെ കൊണ്ട് അവിശ്വസിക്കും, എന്നെ കൊണ്ട് നിങ്ങളിൽ ഒരാൾ മുനാഫിക്കാകും. ബഅദ അൻ ആമന ബി, എന്നിൽ വിശ്വസിച്ചു കഴിഞ്ഞ്. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. ഇത് ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഈസാ നബി 12 ശിഷ്യന്മാരോട് പറഞ്ഞതായി കാണാം, അയ്യുക്കും യുൽഖാ ശിബ്ഹി, നിങ്ങളിൽ ആരാണ് എന്റെ രൂപസാദൃശ്യം ഏറ്റെടുക്കുന്നത്? ഫയുഖ്തലു, അയാൾ കൊല്ലപ്പെടും. വയുസ്ലബു, കുരിശിൽ തറക്കപ്പെടും. ഫയദ്ഖുലു മഈ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടത്തിൽ അദ്ദേഹം കിടക്കും. ഇങ്ങനെ 2 റിപ്പോർട്ടുകൾ കാണാം. നോക്കൂ, സമയമായപ്പോ ജൂതന്മാരാ വീട്ടിലേക്ക് ഇരച്ചു കയറി ഈസാ നബിയെ പിടിച്ചു കൊല്ലാൻ. അപ്പോ അല്ലാഹു തആല ഈസാ നബിയെ ഉയർത്തി. ആ വീടിന്റെ മുകളിലൂടെ അല്ലാഹു ഈസാ നബിയെ ഉയർത്തുകയാണ്. നോക്കൂ, ജൂതന്മാര് ഈസാ നബിയെ കൊല്ലാൻ ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ യേശുവിനെ കാണുന്നില്ല, ഈസാ നബിയെ കാണുന്നില്ല. അവർ കാണുന്നത് ഈസാ നബിയുടെ രൂപമുള്ള ഒരാളെയാണ് കാണുന്നത്. അയാളെ പിടിക്കാൻ പോകുമ്പോ അയാൾ പറഞ്ഞു, ഞാൻ യേശുവല്ല, ഞാൻ ഈസാ നബിയല്ല. ആ വന്നവര് ചോദിച്ചു, യേശു എവിടെ, യേശു എവിടെ? അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? യേശുവിനെ കാണുന്നില്ല. യേശുവിന്റെ രൂപത്തിൽ കൈ കിട്ടിയ ആളെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പിടിച്ചു വീശിയിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 12 ശിഷ്യന്മാരിൽ ഒരാൾക്ക് അള്ളാഹു യേശുവിന്റെ രൂപസാദൃശ്യം ഇട്ടുകൊടുത്തു, അദ്ദേഹം വധിക്കപ്പെട്ടു, അല്ലേ? അയാൾ കരഞ്ഞു പറഞ്ഞു, ഞാൻ യേശുവല്ല, എന്നെ കൊല്ലല്ലേ, പിടിക്കല്ലേ. എന്നാ യേശു എവിടെ? യേശുവിനെ കാണുന്നില്ല.
ഇനി നമുക്ക് ഖുർആനിലേക്ക് പോകാം. അള്ളാഹു എന്ത് പറഞ്ഞു ഇവിടെ നോക്കാം. സൂറത്തുൻ നിസാ. നാളെ ഉറക്കമൊക്കെ കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഉറങ്ങുമല്ലോ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് ഒളുവൊക്കെ എടുത്ത് ലുഹാൻസ്കരിച്ചിട്ട് മുസാഫ് എടുക്കുക. സൂറത്തുൽ നിസാ എടുക്കുക. 156, 157, 158 ഈ 3 ആയത്തെടുക്കുക. അവിടെ ഇതിന് മറുപടിയുണ്ട്. അവിടെ ഇതിന് മറുപടിയുണ്ട്. ആരെയാ കൊന്നത്, ആരെയാ കുരിശെ കയറ്റിയത്? അള്ളാഹു പറയുകയാ, അള്ളാഹു ജൂതന്മാരെ ശപിച്ചോ. അവരുടെ വാക്കുകൊണ്ടും അവരുടെ അവിശ്വാസം കൊണ്ടും അവര് പറഞ്ഞു അലാ മറിയമ ബുഹ്താനൻ അലീമാ. ലോക വനിതകളിൽ പ്രമുഖയായ മറിയം വ്യഭിചരിച്ചു എന്നവർ പറഞ്ഞതിന്റെ പേരിൽ അവര് ശപിക്കപ്പെട്ടു. വഖൗലിഹിം അവര് പറഞ്ഞു ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലായ മറിയമിന്റെ പുത്രൻ ഈസാ നബി എന്ന മസീഹിനെ ഞങ്ങൾ കൊന്നു, വധിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലും ജൂതന്മാർ ശാപഗ്രസ്തരായി. അവരിൽ അല്ലാഹുവിന്റെ ശാപത്തിന് പാത്രീഭൂതരായി. 2 കാരണം കൊണ്ട് യഹൂദികൾ ശപിക്കപ്പെട്ടു. ഒന്ന്, അവര് പറഞ്ഞു മറിയം അവിഹിത ബന്ധം നടത്തി, അതിലുണ്ടായ കുട്ടിയായ യേശു എന്ന് പറഞ്ഞു. അള്ളാഹു ഇഷ്ടപ്പെടുവോ ഇത്? രണ്ടാമത്തത് അവര് പറഞ്ഞു ഞങ്ങൾ യേശുവിനെ കൊന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ടു. അള്ളാഹു പറയുകയാണ് യഹൂദികൾ ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് തിരിച്ചറിയാതാക്കപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടു. യേശു എവിടെ? യേശുവിനെ കാണുന്നില്ല. മനസ്സിലായില്ലേ? തിരിച്ചറിയാതാക്കപ്പെട്ടു. അള്ളാഹു പറയുകയാണ് യേശുവിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ സംശയത്തിലാണ്. അവർക്ക് യേശുവിനെ പറ്റി അറിവൊന്നുമില്ല. ഊഹാപോഹത്തെ പിൻപറ്റുകയല്ലാതെ. കണ്ടോ, അവിടെ വന്നവർക്ക് ഒരാളെ കൊല്ലണ്ടേ, രാജാവിനെ ബോധിപ്പിക്കണ്ടേ യേശുവിനെ കൊന്നെന്ന്. ആ 12 പേരിൽ ഒരാൾക്ക് അല്ലാഹുതആല എന്ത് കൊടുത്തു? ഇയാളാണ് ഒറ്റിക്കൊടുത്തത്. ഇയാളാണ് വിശ്വസിച്ചു കഴിഞ്ഞിട്ട് മുനാഫിക്കായത്. അയാളെ പിടിച്ച് ശരിയാക്കി അല്ലേ? ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം. രണ്ടാമത്തെ റിപ്പോർട്ട് പ്രകാരം ഈസാ നബി തന്നെ 3 വട്ടം ചോദിച്ചു, നിങ്ങളിൽ ആര് എന്റെ രൂപം ഏറ്റെടുക്കും? അപ്പോ ഫഖാല ഫത, അവരിൽപ്പെട്ട ഒരു യുവാവ് പറഞ്ഞു ഞാൻ. കണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു പറയുകയാണ് വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും യഹൂദികൾ യേശുവിനെ കൊന്നിട്ടില്ല. അല്ലാഹുവിലേക്ക് അല്ലാഹു ഉയർത്തുകയാണ് ചെയ്തത്. വകാനല്ലാഹു അസീസൻ ഹകീമാ. ഞാനിത് പറഞ്ഞെന്തിനാ അറിയോ? യേശുവിനെ കൊന്നു, കുരിശിൽ തറച്ചു എന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചോ ബസ്സിലോ ട്രെയിനിലോ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇടപെടണം. സുഹൃത്തെ, അത് നിങ്ങൾ പറയുന്നതല്ലേ? 4-ാം വേദത്തിൽ അങ്ങനെ പറയുന്നില്ല. യേശുവിനെ ഈസാ നബിയെ അവർ വധിച്ചിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. നിസാ, നിങ്ങൾക്കത് മറുപടി പറയാം, നിങ്ങൾക്ക് ഇടപെടാം ആ ചർച്ചയിൽ. അല്ലാഹു തആല പടച്ചോ നമുക്ക് അറിവ് നൽകട്ടെ. അപ്പൊ ഈസാ നബിയെ കൊന്നോ? കുരിശെ കയറ്റിയോ? ഇല്ല. ഈസാ നബിയെ ഉയർത്തി 2000 കൊല്ലമായി. എവിടെയാ ഈസാ നബി ഉള്ളത്? ഉപരിലോകത്താ. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാം വരാൻ അടുത്തിരിക്കുന്നു. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പ്രമുഖമായ അടയാളമാണ് ഈസാ നബിയുടെ പുനരാഗമനം. ഈസാ നബി വരാൻ അടുത്തു. കാരണം ഇമാം മഹദി ജനിച്ചിട്ടുണ്ട് എന്നാ പണ്ഡിതന്മാർ പറയുന്നു. 18 വയസ്സ് കഴിഞ്ഞു എന്നാ. ഇമാം മഹദി റളിയല്ലാഹു അൻഹു വന്നാൽ ദജ്ജാൽ വരും. ദജ്ജാൽ വന്ന് 40 ദിവസമാവുമ്പോ ഈസാ നബി വരണം. ഈസാ നബിയാണ് ദജ്ജാലിനെ കൊല്ലേണ്ടത്. ഇനി പ്രപഞ്ചം, ലോകം ഈസാ നബിയുടെ കയ്യിലാണ്.
നല്ല സുഖസുന്ദരമായി 45 കൊല്ലം ജീവിക്കും ഈസാ നബി ഇവിടെ. മനസ്സിലായില്ലേ? എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം വഫാത്താവും. ഈസാ നബി അലൈഹി സ്വലാം സ്വാഭാവികമായിട്ട് അള്ളാഹു ഈസാ നബിയെ മരിപ്പിക്കും, വഫാത്താവും. അത് കഴിഞ്ഞ് മുത്തുനബിയുടെ റൗളയിൽ പച്ചക്കുബ്ബക്കകത്തൊരു ഖബറിന്റെ സ്ഥലമുണ്ട്, അവിടെ ഈസാ നബിയെ ഖബറടക്കും എന്ന് ഹദീസിലുണ്ട്. എല്ലാം പറഞ്ഞു തരാം. ഈസാ നബി ഇപ്പൊ എവിടെയാ? ആകാശം എന്ന് പറയാൻ പറ്റുമോ? ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി. സൂറത്തുൻ നിസാ 158-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് അല്ലാഹു അവനിലേക്ക് ഉയർത്തി, അല്ലാഹുവിലേക്ക് ഉയർത്തി എന്നാ. മനസ്സിലായില്ലേ? ഏറ്റവും ആദരിക്കപ്പെടുന്ന സ്ഥലത്ത് ഈസാ നബി ജീവിച്ചിരിക്കുക, മലക്കുകളോടൊത്ത്, മാലാഖമാരോടൊത്ത്. ഭക്ഷണമില്ല, പാനീയമില്ല, ലൈംഗിക മോഹങ്ങളില്ല, ദിക്റും തസ്ബീഹും തഹ്ലീലും അത് സർവേശ്വരനായ അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് മഹാനായ ഈസാ ഇബ്നു മറിയം കഴിച്ചുകൊട്ടുകയാണ്. ഹദീസിൽ വരുന്നു, ഇനി ഖിയാമത്ത് നാൾ അടുക്കുമ്പോ, ലോകം അവസാനിക്കാറാകുമ്പോ അടയാളമായിട്ട് ഈസാ നബി വരികയാണ്. യൻസിലു ഈസാ ഇബ്നു മറിയം ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖി ദിമഷ്ക, ദമാസ്കസ് പട്ടണത്തിലാണ് ഇറങ്ങുക. അവിടെ കിഴക്ക് ഭാഗത്തൊരു മസ്ജിദുണ്ട്, അൽ മസ്ജിദുൽ ജാമിഉൽ അമവി എന്ന പള്ളിയുടെ വെളുത്ത മുനാരത്തിൽ ഇറങ്ങും. വാലിഅൻ കഫൈ അലാ ജിനിഹത്തി മലക്കൈൻ, 2 മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട്, 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് ഈസാ നബി ഇറങ്ങും ആ പള്ളിയുടെ മുനാരത്തിൽ. പള്ളിയിലേക്ക് ഇറങ്ങും വഖ്ത സ്വലാത്തിൽ ഫജ്ർ, സുബഹി നമസ്കാരത്തിന്റെ സമയമാണ്. ആ സമയത്ത് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇമാം മഹ്ദി ഈസാ നബിയെ സ്വാഗതം ചെയ്യും. നോക്കൂ, ജമാഅത്തായി നമസ്കരിക്കും. എന്നിട്ട് ഈസാ നബിയും മഹ്ദി ഇമാമും കൂടി റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളും പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. ദജ്ജാലിനെ തേടുന്നു. യഖ്തുലുഹു ബിബാബിലുദ്, ബാബിലുദ് എന്ന സ്ഥലമുണ്ട് ഫലസ്തീനിൽ, ജെറൂസലമിനടുത്ത്. അവിടെ ഇപ്പോൾ ഇസ്രായേലിന്റെ അധിനിവേശമാണ്, ജൂതന്മാരുടെ പിടുത്തത്തിലാണ് ആ സ്ഥലമുള്ളത്. അവിടെ അതാ ദജ്ജാലിനെ കണ്ടുമുട്ടുന്നു. വയഖ്തുലു, ഈസാ നബി ദജ്ജാലിനെ കൊല്ലും. ബിബാബിലുദ്, ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച്. ആ സ്ഥലത്ത് നിന്നൊരു എയർപോർട്ട് ഇസ്രായേൽ ജൂതരാഷ്ട്രം പണിതു വെച്ചിട്ടുണ്ട്. ആ എയർപോർട്ടിന്റെ പേര് ബാബിലുദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. നബി പറഞ്ഞ അതേ പേരിൽ തന്നെ ജൂതന്മാർ അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഈസാ നബി ആരെ കൊല്ലും? ദജ്ജാലിനെ കൊല്ലും. വെടിവെച്ചല്ല, AK-47 കൊണ്ടല്ല, വാളുകൊണ്ടല്ല, തൃശൂലം കൊണ്ടല്ല. ഈസാ നബി ദജ്ജാലിനെ കൊല്ലുന്നത് ചാട്ടുളി എറിഞ്ഞുകൊണ്ടാണ്. ആ ചാട്ടുളി ദേഹത്ത് തറയ്ക്കും. അതാ ദജ്ജാല് മറിഞ്ഞു വീഴുന്നതാണ്. ഇനി ഈ ഭൂമി, ഈ ലോകം ഈസാ നബിയുടെ കരങ്ങളിലാണ്. ഹദീസിൽ വരുന്നുണ്ട്, നിങ്ങളിലേക്ക് ഭരണാധികാരിയായി നീതിപൂർവം ഭരിച്ചുകൊണ്ട് ഈസാ നബി നിങ്ങളിലേക്ക് വരും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സമീപ ഭാവിയിൽ ഈസാ നബി കടന്നു വരും. പന്നിയെ കൊല്ലും, ടാക്സ് റദ്ദ് ചെയ്യും, കുരിശ് മായ്ച്ചു കളയും. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പന്നിയെ കൊല്ലും. ഈസാ നബി വന്ന പന്നിയെ കൊല്ലും. എന്തിനാ? ഈസാ നബി അലൈഹി ഇസ്ലാമിൽ എങ്ങനെ പന്നിമാംസം നിരോധിക്കപ്പെട്ടോ അതുപോലെ ഈസാ നബിയും അവരുടെ ജനങ്ങളോട് പന്നിമാംസം തിന്നരുതെന്ന് പറഞ്ഞിരുന്നു. എല്ലാ മതങ്ങളിലും പന്നിമാംസം നിരോധിക്കപ്പെട്ടതാ. മനസ്സിലായില്ലേ? ഇന്ന് പന്നിയെ വിപണനം ചെയ്യുന്നതും പന്നിയെ കച്ചവടം ചെയ്യുന്നതും പന്നിയെ വിൽക്കുന്നതും തനി നാടൻ പന്നി കിട്ടും എന്ന് ബോർഡ് വെക്കുന്നതും ഒക്കെ എവിടെയാ സുഹൃത്തുക്കളെ? ഖുർആൻ പന്നിമാംസം നിരോധിച്ചിരിക്കുക. അപ്പൊ തീരാ വിഷയപ്പത്തീരും.
ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹമുൽ ഖിൻസീർ. അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് ഹറാമാണ് ശവം, വദ്ദമു ബ്ലഡും രക്തവും, ശവം തിന്നരുത്, രക്തം കുടിക്കരുത്, വലഹമുൽ ഖിൻസീർ പന്നിയുടെ മാംസവും ഹറാമാണ്. എന്താ പന്നി നിരോധിക്കപ്പെട്ടത്? പന്നി മാംസമാണ്, പക്ഷേ അത് മോശമായ സാഹചര്യത്തിൽ മാലിന്യത്തിലാണ് വളരുന്നത് പന്നി. സുഹൃത്തുക്കളെ, അതിന്റെ മാംസത്തിൽ ഒരുതരം നാടൻ വിരകളുണ്ട്. അതെത്ര ചൂടിൽ വേവിച്ചാലും ചാകില്ല. അത് ബ്രെയിൻ ഫീവർ എന്ന് പറയുന്ന തലച്ചോർ പനിയെ പരത്തുന്നതാണ്. തമിഴ്നാട്ടിൽ ജയലളിത സർക്കാർ മുമ്പ് കൂട്ടത്തോടെ പന്നിയെ കൊന്നത് ഓർമ്മയില്ലേ? സുഹൃത്തുക്കളെ, പന്നിക്ക് മറ്റൊരു ദുർഗുണമുണ്ട്. കിതാബുകളിൽ കാണാം, പന്നി അതിന്റെ ജീനിൽ ഒരു സ്വഭാവമുണ്ട്, മോശം സ്വഭാവമാണത്. സ്വന്തം പത്നിയെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ഒരു സ്വഭാവം പന്നിക്കുണ്ട്. ഒരു പന്നി അതിന്റെ ഇണയുമായി ഇണചൂരുമ്പോ മറ്റൊരാൺപന്നി വന്നാൽ ഈ പന്നി മാറി നിൽക്കും പോലും. വന്നയാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന്. അതൊരു മോശം സ്വഭാവമല്ലേ? അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുമെന്ന്. അതുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞു? ഇത് വെറുതെ തിന്നണ്ട. പണ്ടൊരാൾ ഭാര്യയുടെ പറഞ്ഞല്ലോ, എന്നാടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ, ഇതൊക്കെ എന്നാ തീർന്നു പോന്നതാണോ? വേറൊരു പദവാ പറഞ്ഞു, ആർപ്പത് പറയൂല. മനസ്സിലായില്ലേ? നല്ല ജോലി കിട്ടാനും സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ ഒന്നും സിനിമാ ഫീൽഡിലൊക്കെ ഉണ്ടല്ലോ. ഏത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കടി, ഇനിയും ചാൻസ് കിട്ടും. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മൾ വായിച്ചതല്ലേ കുറെ. ചിലര് തയ്യാറാവില്ല, അവർക്ക് രണ്ടാമത് ചാൻസ് കിട്ടുകയില്ല. അള്ളാഹു പടച്ചോൻ കാക്കട്ടെ. പന്നി മാംസം വലിയ ഗുരുതരമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അതിനെ ബാൻ ചെയ്ത് നിരോധിച്ചത്. നോക്കൂ, ഈസാ നബി വന്നാൽ പന്നിയെ കൊന്നുകളയും. ടാക്സ് എന്ന് പറഞ്ഞാൽ ഇനി അഡ്ജസ്റ്റ്മെന്റിന് ഈസാ നബി തയ്യാറല്ല. ഇനി വരുമ്പോൾ ഈസാ നബി തൗഹീദിലേക്ക് ക്ഷണിക്കും, ദീനിലേക്ക് ക്ഷണിക്കും. എല്ലാവരും തൗഹീദിലേക്ക് കടന്നു വരും. ഒറ്റ മതമേ അന്ന് കാണുകയുള്ളൂ. അന്ന് ടാക്സോ ഫിദിയയോ കൊടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദീനിലേക്ക് വരുന്നില്ലെങ്കിൽ അവരോട് യുദ്ധത്തിന് തയ്യാറാകും ഈസാ നബി. മന്ത്രി ജി സുധാകരൻ ജനം ടിവിയോട് 2 മാസം മുമ്പ് പറഞ്ഞു, 2070 ലോകം ഇസ്ലാമിലേക്ക് കടന്നു വരും. ജനം ടിവി ചോദിച്ചു, ഇത് മന്ത്രിയുടെ അഭിപ്രായമാണോ? അല്ല, ഇത് ബ്രിട്ടനിൽ നിന്നും ഇറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം ബുക്കിൽ ഞാനിത് കണ്ടു. നോക്കൂ, ഇത് 18 52 കൊല്ലം കഴിയുമ്പോ ലോകം ഇസ്ലാമിലേക്ക് പരിവർത്തിക്കപ്പെടുമെന്ന് ഞാനല്ല പറഞ്ഞത്. കേരള മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ സാറാണ്. വായിച്ചോ? അത് നിങ്ങൾ കേട്ടോ? വോയിസ് മെസ്സേജ് ഇവിടെ ഒന്നും വന്നില്ല. ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും വിടാം. എത്ര ഭംഗിയായിട്ടാണ് ജനം ടിവിയുടെ പറയുന്നത് അറിയോ മന്ത്രി? സുഹൃത്തുക്കളെ, ഇമാം മഹദി അതിന്റെ പശ്ചാത്തലം ഒരുക്കും. ഈസാ നബി അലൈഹി സ്വലാം അത് പൂർത്തീകരിക്കും. ഹദീസിൽ വരുന്നുണ്ട്, മറിയമിന്റെ പുത്രൻ ഈസാ നബി ഭൂമിയിലേക്ക് വരും. 45 കൊല്ലം താമസിക്കും. എന്റെ കുടുംബത്തിൽ നിന്നൊരു ബീവിയെ ഈസാ നബി വേളി കഴിക്കും. ഈസാ നബി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. 39ാമത്തെ വയസ്സിലാണ് അല്ലാഹു ഉയർത്തി ഈസാ നബിന് രണ്ടാമത് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ് ലൈഫ് പാർട്ട്ണറെ തേടിയെത്തും. അതാ നല്ലൊരു സഹധർമ്മിണി അല്ലാഹു കൊടുക്കും. അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. വയൂലദു ലഹു, ഈസാ നബിക്ക് മക്കളും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അതുകൊണ്ടാ പെണ്ണ് കെട്ടാൻ പറഞ്ഞ. നീ പെണ്ണ് കെട്ടിയാ? ഇല്ല. എന്താ എന്റെ പേര്? നീയാണോ പ്രസിഡന്റ്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റാഫിക്ക് ചെറിയ ജോബ് ഉണ്ട്, അള്ളാഹു സ്ഥിരം നല്ലൊരു ജോബ് അള്ളാഹു നൽകട്ടെ. നല്ലൊരു ലൈഫ് പാർട്ട്ണറെ അള്ളാഹു നൽകട്ടെ. ബെറ്റർ ഹാഫ് എന്നാ ഇംഗ്ലീഷിൽ പറയുക. ആർക്ക് ബെറ്റർ ഹാഫ്? ആരാ ബെറ്റർ ഹാഫിന് അറിയില്ലേ? നല്ല പാതി കൊണ്ടാട്ടീന്ന്. കഴിച്ചോ കല്യാണം? 2 വർഷം കഴിഞ്ഞ് 2 മാസം. റിസൾട്ട് ഉണ്ടോ? നല്ല റിസൾട്ട് വല്ലതും വന്നോന്ന്? പക്ഷെ എന്താ ഒന്നും മനസ്സിലാകുന്നു? മഴ നനഞ്ഞോണ്ടായി കുഴപ്പമൊക്കെ.
മഴ നനഞ്ഞോട്ടെ പ്രശ്നം. ഓ, ആ 2 മാസം കഴിഞ്ഞ് കല്യാണം കഴിക്കും. കഴിച്ചിട്ടില്ല, കഴിച്ചാലേ റിസൾട്ട് വരുള്ളൂ. അള്ളാഹു കുറച്ച് കബൂലാക്കി തരട്ടെ. റാബി, ഞാൻ നിന്നെ ഒരുക്കിയതല്ല കേട്ടോ, നല്ല മക്കളാട്ടോ. ഇതൊരു ബഹുമാനം ഉസ്താദന്മാരോട് അവർക്ക്, അല്ലേ? പക്ഷെ അവരുടെ ഫാൻ ഞാനല്ല കേട്ടോ, ഫാൻ വേറെ ആളാ. ഇവരുടെ ഫാൻ വേറെ ആളാ. അത് ഇന്നലെ വന്ന ഉസ്താദാ, ഞാൻ ഫാനല്ല. അള്ളാഹു പടച്ചോൻ കേരളത്തിൽ ഫാനില്ലാത്ത മുലിയാറുണ്ടേ ഞാനേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ എനിക്ക് എന്നാ ഫാൻ ഉണ്ടാവാനാ, അല്ലേ? ഷഫീഖ് ഉസ്താദിനെ പോലെ നല്ല നവാസ് മന്നാനിയൊക്കെ പോലെ നല്ല പൊരിഞ്ഞ പ്രസംഗം, അങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ പിള്ളേർ സ്നേഹിക്കൂ. അൽഹംദുലില്ലാ, അള്ളാഹു കുറച്ച് കബൂലാക്കട്ടെ. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാം ഇനി ഭൂമിയിലേക്ക് വന്ന് കല്യാണം കഴിക്കും. നോക്കൂ, സുന്നയമോത്ത്, പിന്നീട് വഫാത്താകും, സ്വാഭാവിക മരണം. ഈസാ നബിയെ മൃത്യു തേടിയെത്തും. അതിനു മുമ്പ് ഹജ്ജോ ഉംറയോ ചെയ്യും. ഹദീസിലുണ്ട്, ഹജ്ജോ ഉംറയോ ചെയ്തിട്ട് മദീനത്ത് വരും, എനിക്ക് സലാം പറയും. വല അറുദ്ദന്ന സലാമഹു, ഞാൻ ഈസാ നബിയുടെ സലാം മടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ സുഹൃത്തുക്കളെ, ആ ഈസാ നബിയെ ലോകത്തുള്ള അനുയായികൾ ഇന്ന് കർത്താവെന്ന് വിളിക്കുന്നു, ദൈവം എന്ന് വിളിക്കുന്നു, ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. ഏതാണ് ശരി? ഇവിടെ ഏതാണ് സത്യം? അള്ളാഹു പറയുകയാണ് സൂറത്തുൻ നിസാ 171. മുസാഫ് എടുത്ത് നോക്കൂ നിങ്ങൾ. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്. വേദക്കാരെ, വേദക്കാരെ, അല്ലാഹു പറയുകയാണ്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരി കവിഞ്ഞു പോകരുത്. വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്, പടച്ചവനെ കുറിച്ച് സത്യമല്ലാതെ നിങ്ങൾ പറയരുത്. വലാ തഖൂലൂ സലാസ, നിങ്ങൾ ദൈവം മൂന്നാണെന്ന് പറയരുത്. ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങൾ പറയരുത്. വലാ തഖൂലൂ സലാസ ഇൻതഹൂ ഖൈറൻ ലക്കും, നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകണം, നിങ്ങൾക്കത് ഖൈറാണ്. അല്ലാഹു പറയുന്നു, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, തീർച്ചയായിട്ടും മസീഹ് മറിയമിന്റെ പുത്രൻ ഈസ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതനാണ്, ദൂതനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി വ കലിമത്തു, അല്ലാഹുവിന്റെ വചനവുമാണ്, വറൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. നോക്കൂ, ഈസാ നബിയെ പറ്റി അല്ലാഹു പറയുന്ന ശരിയായ യാഥാർത്ഥ്യം ഖുർആൻ വേദക്കാരെ ഉണർത്തുകയാണ്. നിങ്ങൾ ദൈവം മൂന്നാണെന്ന് പറയല്ലേ, അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകെ. തീർച്ചയായിട്ടും മസീഹ് ഈസാ നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഒന്നാമത്തെ കൺസെപ്റ്റാണത്, ഈസാ നബി റസൂലാണ്. രണ്ടാമത്തത് അല്ലാഹുവിന്റെ വചനമാണ്. മൂന്നാമത്തത് റൂഹാണ്. അൽഖാഹാ ഇലാ മറിയമ, ആ വചനത്തെ അല്ലാഹു വിട്ടു മറിയമിലേക്ക്. വറൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. എന്ത് നല്ല നിഗമനമാണ്, എന്ത് നല്ല നിഗമനമാണിത്. നോക്കൂ, ഈസാ നബിക്കെല്ലാം ബഹുമാനവും ഖുർആൻ കൊടുക്കുന്നു. എന്നിട്ടും വേദക്കാരോട് പറയുന്നു, വേദക്കാര്, ഞാനിപ്പോ വരുന്ന വഴിക്കൊരു പള്ളിയിലെ പെരുന്നാള് കണ്ടു, അവിടുത്തെ അച്ഛൻ പ്രസംഗിക്കുന്നു. നോക്കൂ, മറിയം കർത്താവായ ദൈവത്തിന്റെ മാതാവാണ്. മറിയമാരാ? മറിയമാരാ? കർത്താവായ ദൈവം. കർത്താവായ ദൈവം ആരാ? യേശു. യേശുവിന്റെ മാതാവാണ് മറിയം. ഉണ്ടോ? കർത്താവായ ദൈവം. പരിശുദ്ധ ഖുർആൻ ഈസാ നബിയെ പറ്റി പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ വചനം. ആ വചനത്തെ അല്ലാഹു മറിയമിലേക്ക് ഇട്ടു. റൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. അല്ലാഹു അതിനെ ഊതി. കണ്ടോ? അങ്ങനെയാണ് മറിയം ഈസാ നബിയെ ഗർഭം ധരിക്കുന്നത്. അല്ലാതെ മറിയം അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയോ സുഹൃത്തുക്കളെ വ്യഭിചരിക്കുകയോ അതിൽ നിന്നുണ്ടായ ശിശുവാണോ യേശു?
അല്ല. ഈ സുന്ദരമായ തത്വം ലോകം ഖുർആനാണ് ലോകത്തിന് നൽകിയത്. നോക്കൂ, ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഈസാ നബിയിൽ അവൻ വിശ്വസിക്കണം. ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ രക്ഷ ആ പുണ്യ റസൂലിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അതാ വഫാത്താകുന്നു. ഈസാ നബിയെ മുത്തുനബിയുടെ റൗളയിൽ പച്ചക്കുബ്ബയുടെ അകത്ത് ഖബറടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഞാനും ഈസാ നബിയും എഴുന്നേൽക്കും ഖിയാമത്ത് നാളിൽ. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിലൂതുമ്പോ വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ടാകും, ഇടതുഭാഗത്ത് ഉമറുൽ ഫാറൂഖും ഉണ്ടാകും. ഞാനും ഈസാ നബിയും കൈപിടിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് എഴുന്നേൽക്കും മഹ്ശറയിലേക്ക്. എന്തെല്ലാം ഹബീബ് പറഞ്ഞു തന്നു. നോക്കൂ, ആ പ്രവാചകനെ സ്നേഹിക്കണേ, ആ ഹബീബിന് സ്വലാത്ത് ചൊല്ലണേ. ഉമ്മതങ്ങന്മാര്, യുവാക്കളെ, ഷഅബാൻ വന്നു, ബറാത്തും കഴിഞ്ഞു. അതാ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ വിശുദ്ധ റമളാനിലേക്ക്. റമളാനിന്റെ മണം, സുഗന്ധം അതാ നമ്മിലേക്ക് വരാൻ തുടങ്ങി. നോമ്പ് പിടിക്കണേ, പൂർണ്ണമായി റമളാനിനെ സ്വീകരിക്കണേ. പട്ടാപ്പകൽ മൃഷ്ടാന്ന ഭോജനം 11 മാസം നടത്തിയവരാണ്. ഇനി നമ്മൾ 1 മാസം പകൽ ഭക്ഷണം കഴിക്കരുത്. ജീവിതത്തിന്റെ പാറ്റേൺ, ജീവിത രീതി മാറുകയാണിനി. എന്തിനു പറയുന്നു? അവന്റെ ജീവിത രീതി തന്നെ മാറുകയാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹ്ഹിൽ ഉമൂറനാ വഖൽ ഹവായിജനാ വഅദ്ദി ദുയൂനനാ വദ്ഫഅ ബലാഅനാ യാ റബ്ബൽ ആലമീൻ. കാരുണ്യത്തിന്റെ കടലായ റബ്ബേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സു തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, തെറ്റുകളും പാപങ്ങളും മാപ്പാക്കി തരണേ അല്ലാ. പടച്ചവനെ, റമളാനിനെ സ്വാഗതം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. റമളാനിന്റെ പകലുകൾ നോമ്പുകൊണ്ടും രാത്രി ഖിയാമുൽ ലൈലി തറാവീഹ് നമസ്കരിച്ചുകൊണ്ടും അതിന്റെ ദിനരാത്രങ്ങൾ ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. ബിസിനസ്സിൽ വളർച്ച, ഉയർച്ച നൽകണേ അല്ലാ. ആസിഡിന്റെ, അസൂയ, സാഹിറിന്റെ മാരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മതങ്ങന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. യുവാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും ഹാഫിലീങ്ങളും വിദ്യാസമ്പന്നരുമാക്കി തരണേ അല്ലാ. ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ നീ വളർത്തണേ അല്ലാ. സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. IAS ഞങ്ങൾക്ക് പ്രാപ്യമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആലിമിന്റെ മകൻ മദ്രസയിലെ അധ്യാപകൻ IAS റാങ്കിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. അല്ലാഹുവേ, നീ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നടുറോഡിൽ വെച്ച്, ഞങ്ങളുടെ മരണം നടുറോഡിൽ വെച്ചാക്കല്ലേ അല്ലാ. ബോധരഹിതനായി റോഡിൽ കിടക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ഡിസ്കിന്റെ വേദന, ഞങ്ങളുടെ മുട്ടിന്റെ വേദന മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആഫിയത്തും ദീർഘായുസ്സും തരണേ അല്ലാ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നവർക്ക് അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഈ സാധുവിന് ഭക്ഷണം തന്ന ഷഫീഖ് ഉസ്താദിന് ഭക്ഷണം കൊടുത്ത വീട്ടുകാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. നാളെ വരുന്ന EP ഉസ്താദിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഫാരിസ് മംനൂനിനെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സിറാജുൽ മസാകീൻ എന്ന ഈ സംഘടനയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ യുവാക്കളുടെ കയ്യിൽ പണമില്ല റബ്ബേ. അല്ലാഹുവേ,
നീ അതിനുള്ള ഫണ്ട് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. കണ്ണുനീരൊപ്പാൻ, പാവങ്ങളെ സഹായിക്കാൻ ഈ വാക്കളെ നീ സബബാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഹാഫിളുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഹിഫ്ളിലുണ്ട് റബ്ബേ, കാമിലായ ഹാഫിളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മഅദനി ഉസ്താദിന് ആഫിയത്ത് നൽകണേ അല്ലാ. മഅദനി ഉസ്താദിന്റെ വൃദ്ധിയായ മാതാവിന് ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, സിറിയയിൽ, ഫലസ്തീനിൽ, ഇറാഖിൽ, കശ്മീരിൽ സമാധാനം നൽകണേ അല്ലാ. റബ്ബന റഹം ആബാഅനാ വ ഉമ്മഹാതിനാ കമാ റബ്ബൗനാ സിഗാറ. അല്ലാഹുവേ, ആസിഫ ബാനുവിന് 8 വയസ്സുള്ള പൊന്നുമോൾ കാശ്മീരിൽ പടഞ്ഞു മരിച്ച പൊന്നുമോൾക്ക് നീ രക്തസാക്ഷിത്വം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.